അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023 പൊതുപരീക്ഷയുടെ 5ാം ക്ലാസ്സിലെ താരീഖ് അഖ്ലാഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി ചേർത്തെഴുതാം എന്ന ഭാഗമാണ്. ഇതിൽ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പദങ്ങളെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്തെഴുതുക. നമുക്ക് നോക്കാം. ഗസ്വത്ത്, അഹ്സാബ്, ആത്മരക്ഷ, ജബലുറുമാത്ത്, ബനു ഖുറൈള. ചോദ്യവും അതിൻ്റെ ഉത്തരവും കൂടി നമുക്ക് ചേർത്ത് നോക്കാം. ചോദ്യം 1. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം. ആത്മരക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധത്തിന് പറയും ഗസ്വത്ത്. ചോദ്യം 3. മദീനയിലെ ജൂത ഗോത്രമായിരുന്നു ബനു ഖുറൈള. ചോദ്യം 4. ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം. ജബലുറുമാത്ത്. ചോദ്യം 5. ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്. അഹ്സാബ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താം. ഇവിടെ ഓരോ ചോദ്യത്തിനും ഉത്തരമായി 3 പദങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയുത്തരത്തിന് ശരിയെന്ന് അടയാളപ്പെടുത്തേണ്ടതാണ്. നമുക്ക് നോക്കാം. ചോദ്യം 1. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത്. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത്. ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ചോദ്യം 2. മക്ക വിജയം നടന്ന മാസം. റമളാൻ. ചോദ്യം 3. ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ്. ചോദ്യം 4. റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ. ഉത്തരം ഖാലിദ് റളിയല്ലാഹു അൻഹു. ചോദ്യം 5. സമൂദ് ഗോത്രത്തെ അല്ലാഹു ശിക്ഷിച്ച പ്രദേശം. ഉത്തരം ഹിജ്ർ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. ഇവിടെ ഒരു ഭാഗത്ത് ചോദ്യവും ഇടതുഭാഗത്ത് ഉത്തരവും നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ഉത്തരത്തെ നമുക്ക് യോജിപ്പിച്ച് ശരിയാക്കി എഴുതണം. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം. ജിഅറാന. ചോദ്യം 2. ഷാമിൽപ്പെട്ട സ്ഥലമാണ് മുഅ്തത്ത്. ചോദ്യം 3. റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം. തബൂക്ക്. ചോദ്യം 4. ഷാഫിഈ മദ്ഹബിൻ്റെ ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ്. ചോദ്യം 5. അബൂ മൻസൂർ മുഹമ്മദ് അൽ മാതുരീദി. ഇനി ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. ഇവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. എന്നാൽ ഉത്തരമായി അതിൻ്റെ ഭാഗം ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. അത് എടുത്ത് പൂരിപ്പിക്കേണ്ടതാണ്. ചോദ്യം 1. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ അർ-റുസുലു. ഇവിടെ നമുക്ക് ചേർത്ത് ശരിയായ നിലയിൽ പൂരിപ്പിച്ച് നമുക്ക് വായിക്കാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി അർ-റുസുൽ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി അർ-റുസുൽ. ചോദ്യം 2. മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ.
വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. ചോദ്യത്തിൻ്റെ 5-ാമത്തെ ഭാഗം. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം? ഉത്തരം: ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. ചോദ്യത്തിൻ്റെ 6-ാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് ഉത്തരം നന്മ. ചോദ്യം 2. അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഉത്തരം ഇഖ്ലാസ്. ചോദ്യം 3. നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് ഖൽബ്. ചോദ്യം 4. മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് നാവ്. ചോദ്യം 5. കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ക്ഷമ. ചോദ്യത്തിൻ്റെ 7-ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1. ഫാത്തിമ ബീവിയുടെ വസിയ്യത്ത്. ഉത്തരം: എൻ്റെ മയ്യിത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശാരീരാകാരം മരണശേഷവും അന്യ പുരുഷന്മാർ കാണാൻ ഇടവരുത്തരുത്. ഫാത്തിമ ബീവിയുടെ വസിയത്ത്: എൻ്റെ മയ്യിത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശാരീരാകാരം മരണശേഷവും അന്യ പുരുഷന്മാർ കാണാനിടവരുത്തരുത്. ചോദ്യം 2. വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത്. ഉത്തരം: ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചോദ്യം 3. വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചവർ. ഉത്തരം: സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും. ചോദ്യത്തിൻ്റെ 8-ാമത്തെ ഭാഗം അർത്ഥം എഴുതാം എന്നതാണ്. ചോദ്യം 1. അഫല അകൂന അബ്ദൻ ഷക്കൂറ. ഇതിൻ്റെ അർത്ഥം: ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ? ചോദ്യം 2. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. ഉത്തരം: റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ചോദ്യത്തിൻ്റെ 9-ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഉപമിച്ചത്? ഉത്തരം: നല്ല സഹവാസിയും ചീത്ത സഹവാസിയും. ചോദ്യം 2. ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം: ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. ചോദ്യം 3. കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്ത്? ഉത്തരം: അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു.
അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.